അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ അവരുടെ റാങ്ക് ലിസ്റ്റിൽ ഓരോരുത്തരുടെയും സ്ഥാനം എത്രയാണ് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് PSCയുടെ സൈറ്റിൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മുഴുവൻ വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ മാർക്കുകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കൃത്യമായിട്ട് സൈറ്റിൽ PSCയുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ട് റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് PSCയുടെ സൈറ്റ് വഴി പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 207 ഒഴിവുകളാണ് നിലവിൽ നമുക്ക് സൈറ്റിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 207 ഒഴിവ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഒഴിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ ഒഴിവുകൾ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടാവുന്ന രീതിയിലുള്ള ഒഴിവുകളൊക്കെ ഉണ്ട് എന്നാണ് പത്രമാധ്യമങ്ങളിൽ കൂടെയൊക്കെ അറിയാൻ കഴിയുന്നത്. പക്ഷേ അത്രയധികം ഒഴിവുകളൊന്നും തന്നെ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ കൂടുതൽ ഒഴിവുകളൊക്കെ തന്നെ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി എന്ന കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ എന്ന ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് റാങ്ക് ലിസ്റ്റുള്ള എല്ലാവരും തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാവേണ്ടതാണ്. അതനുസരിച്ചുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ ഓരോ ജില്ലയിലും കൃത്യമായിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് കൃത്യമായുള്ള ഒരു പ്രവർത്തന രീതി അവലംബിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അത്രയധികം ഒഴിവുകൾ ഉണ്ട് എന്നാണ് പല പത്രമാധ്യമങ്ങളിൽ കൂടിയുള്ള പല വാർത്തകളിൽ നിന്നൊക്കെ പല തവണയായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായ ഒരു ധാരണയിൽ എത്താൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ഒരിക്കലും ജോലി എന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നു, ഇനി ബാക്കിയുള്ള നടപടികളൊക്കെ ഉണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ട് നിയമനങ്ങളൊക്കെ നടക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങൾ വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വന്ന് വെറുതെ പോകുന്ന ഒരു സാഹചര്യമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്ന എല്ലാവരും തന്നെ ഒരു കൂട്ടായ പ്രവർത്തനം നടത്തി റാങ്ക് ലിസ്റ്റ് വന്ന അവർക്കുള്ള എല്ലാവർക്കും ജോലി നേടണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള പ്രവർത്തനത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകേണ്ടതാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കേണ്ടതാണ്. നിലവിൽ റാങ്ക് ലിസ്റ്റ് വന്ന സ്ഥിതിക്ക് ഉടൻ തന്നെ അഡ്വൈസുകൾ, നിലവിലുള്ള വേക്കൻസി അനുസരിച്ചുള്ള അഡ്വൈസുകൾ സൊസൈറ്റി കാറ്റഗറി ആണെങ്കിലും അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി ആണെങ്കിലും അഡ്വൈസുകളൊക്കെ തന്നെ ഉടൻ തന്നെ അയക്കാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ ഒഴിവുകൾ നിങ്ങൾക്ക് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിയമനം ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒഴിവുകളൊക്കെ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കർമ്മമാണ്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ പഠിക്കാൻ എത്രയധികം കഷ്ടപ്പെട്ടുവോ അത്രയധികം കഷ്ടപ്പാട് ജോലി വാങ്ങുന്ന വരെ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതിനുവേണ്ട കൃത്യമായുള്ള മറുപടികളൊക്കെ തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് വന്ന എല്ലാവർക്കും ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.